ഒരുപാട് നാൾ ഞാൻ കാത്തിരുന്ന സാധനം ദേ ഇപ്പം എൻ്റെ കയ്യിലേക്ക് വരാനായിട്ട് പോവുകയാണ് ഗൈസ്. ഔട്ട് ഫോർ ഡെലിവറി കാണിച്ചിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം. എന്താണ് അത് മറ്റേ ക്ലിപ്പ് ഉണ്ടാവില്ല കാർമൊക്കെ രണ്ടെണ്ണം ഉണ്ടാവും, ഒരു ഡോക്കും ഉണ്ടാവും അതിൻ്റെ ഒപ്പം. ഓണാക്കി വെക്കണ്ടോ? മെയിൻ സാധനം ഏതാണ് അത്? രണ്ടും മെയിൻ തന്നെ. ഇത് ക്യാമറ, ഇത് അതിൻ്റെ ഡോക്ക്. ഡിസ്പ്ലേ ഉണ്ടാവില്ല അത്. എന്തിന്റെ ഫോട്ടോ എടുക്കണ്ടോ? രണ്ടും കൂടി ഒരുമിച്ച് ആദ്യം ചോദിച്ചാൽ അവിടെ കയറി ടേബിളിൽ ചെയ്യണോ? അത് അപ്പോൾ ഗൈസ് സാധനം വന്നിട്ടുണ്ട്. സാധനത്തിന്റെ കോല ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പാക്കിന്റെ മുകളിലൊക്കെ എന്തൊക്കെ ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഉള്ളിൽ കുഴപ്പമൊന്നുമില്ല, ഓൾറെഡി പൊട്ടിച്ചിട്ടുണ്ട്. സംഭവം ഇത് പൊട്ടിക്കാനായിട്ട് ഒരുപാട് പാടുപെട്ട്. ഞാനല്ല പൊട്ടിച്ചത്, ഡെലിവറി ബോയാണ് പൊട്ടിച്ചത്. അപ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. ആദ്യം തന്നെ ഇത് പുറത്തിരിക്കുന്ന സാധനം കൊണ്ട് ഇത് കാണിച്ചു തരാം. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാമറേൻ്റെ ഒപ്പം വരുന്ന ഒരു സംഭവമാണ്. കാറിലൊക്കെ നമ്മൾ വെക്കില്ലേ, കാറിൽ ഗ്ലാസ്സിലൊക്കെ വെക്കണ അങ്ങനത്തെ ഒരു മാഗ്നറ്റിൻ്റെ സംഭവം. അതെന്തായാലും കൊള്ളാം, അടിപൊളിയാണ്. പിന്നുള്ളത് ഒരു കവറുണ്ട്, ക്യാമറയുടെ കവർ. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത കവർ. ഇതെന്തായാലും ഇടണം, ഇട്ടിട്ടില്ലെങ്കിൽ എവിടെയെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ പണിയാണ്. അതൊന്ന്. ഇതൊക്കെ ആക്സസറീസ് ഉണ്ട് അതിൻ്റെ. പിന്നെ ഇത് നമ്മൾ തൊപ്പി ഉണ്ടാവില്ലേ, തൊപ്പിമേ വെക്കണേ, നമ്മുടെ ക്യാപ്പുമ്മേ വെക്കണേ ഇതുണ്ടാവില്ലേ, ക്ലിപ്പാണത്. മാഗ്നറ്റ് ആണ് കേട്ടോ ഇതൊന്ന്. എത്രയായി? 3 ഐറ്റം ആയിട്ടോ. പിന്നെ ഇത് അറിയാമല്ലോ, അതിൻ്റെ ഒപ്പം കിട്ടുന്ന മാഗ്നറ്റിൻ്റെ മാല. ഇതൊക്കെ ഞാൻ പകൽ സമയത്ത് ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ചുമ്മാ ഇങ്ങനെ എടുത്ത് കാണിക്കണുള്ളൂ, എക്സൈറ്റ്മെൻറ്റ് മൂത്തിട്ടേ. പിന്നുള്ളത് ഇത് ക്യാമറ. ഇത് ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടില്ല. അല്ല, കവർ അതിൻ്റെ പീൽ ചെയ്തിട്ടില്ല, ഇനി പീൽ ചെയ്യാണ്ട്. ഇതും അതിൻ്റെ ഡോക്ക് എങ്ങാണ്ടാണ്. പിന്നെ എത്ര ഐറ്റംസേ ഉള്ളൂ കേട്ടോ, ഇത്ര ആക്സസറീസ് ഉള്ളൂ. ഇനി ക്യാമറ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ക്യാമറ. അത് പീൽ ചെയ്തിട്ടില്ല കേട്ടോ, ഓണാക്കി നോക്കി. ബാക്കിയുള്ളതൊന്നും നോക്കിയിട്ടില്ല. ഞാനും ആദ്യമായിട്ട് ഇനി കാണാൻ പോണത്. ഓണാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി, ഇത് സാധനം എടുത്തിട്ടില്ല. അതേപോലെ ഇതാണ് നമ്മുടെ ആ ഒരു അറ്റാച്ച് ചെയ്യുന്ന സംഭവം. ഇതും ഇതേപോലെ പീൽ ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ഒരുമിച്ച് പീൽ ചെയ്യാം. ഭയങ്കര സംഭവമാണ്, അറിയാലോ. DJയുടെ ഓസ്മോ നാനോ ഉണ്ട് ഇത്. അപ്പം നമുക്ക് ഒരുമിച്ച് പീൽ ചെയ്യാം. സൗണ്ടൊന്നും കേൾക്കാൻ വഴിയില്ല, ഇവിടെ നല്ല ഫാനൊക്കെ ഇട്ടോണ്ടേ. അയ്യവാ, ഇത് മേടിക്കട്ടെ. അടുത്ത പീൽ ചെയ്യാം. അയ്യവാ, അതും അവിടെ ഇരിക്കട്ടെ. നമുക്കിത് ഓണാക്കി നോക്കാം. ഗോപ്രോ ഒക്കെ ഇതേപോലത്തെ ഒരു സൗണ്ട് ആയിരുന്നില്ലേ. ഇതിൻ്റെ ഡോക്ക് സംഭവം, ഇതും ഇവിടെയാണ് ടോൺ ബട്ടൺ വരുന്നത്. ഓസ്മോ ഇംഗ്ലീഷോടെ സ്കിപ്പ് 5 times റിമൈൻ. ഇതെന്താ സംഭവം? ഇത് ആപ്പും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടൊക്കെ വേണം. അപ്പം ഞാനൊന്ന് നോക്കട്ടെ ക്യാമറ എങ്ങനെ ഉണ്ടെന്നൊക്കെ കേട്ടോ. എന്നിട്ട് നമുക്ക് പിന്നീട് ഞാൻ കാണിച്ചു തരാം. ഞാനങ്ങനെ ഇത് ആക്ടിവേറ്റ് കൊടുത്തു. ഇനി സംഭവം അറ്റാച്ച് ചെയ്യണമെന്ന് കാണിക്കുന്നത്, അതൊക്കെ നോക്കട്ടെ കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയണില്ല. അപ്പോൾ ഗൈസ് എല്ലാ സാധനങ്ങളും സെറ്റാക്കി. ഒരു തൊപ്പി ഉണ്ടായിരുന്നു, ഞാൻ ഒരുപാട് നാളായിട്ട് ഉപയോഗിക്കാത്ത ഒരു ക്യാപ്പായിരുന്നു. അതിന്മേ ഇതിനുണ്ടായിരുന്ന ആ ഒരു ക്ലിപ്പ് വെച്ചു. അത് കിടിലൻ സാധനം കേട്ടോ, ഒരു രക്ഷയില്ല. അതൊക്കെ ഞാൻ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാവേ. പിന്നെ ഇത് നേരത്തെ പറഞ്ഞ പോലെ കാർമ വയ്ക്കണത്, കാറിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്ലാസ്സിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ടൈപ്പ്. ഒരുവിധം മെറ്റലും എല്ലാം ഈ സാധനം വെക്കാൻ പറ്റും നമുക്ക്. നല്ല ഇതാണ്. ഇത് കണ്ടോ, ഈ അലമാരപ്പോൾ ഇതിൻ്റെ ഇരുന്നോളും. അതൊന്ന് വെച്ചാൽ അതൊന്ന് വെച്ചതാ. അപ്പോൾ അതുമ്മക്ക് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി ഫൂട്ടേജ് എടുക്കാൻ പറ്റും. അവിടെ ഇരുന്നോളും. അതേപോലെ ഈ ഡോക്കുമ്മലും നല്ല രീതിയിലുള്ള ഇതൊന്നും മാഗ്നറ്റ് ഉണ്ടെന്ന് അറിയില്ല കേട്ടോ. അതോ മാഗ്നറ്റ് ഇല്ല. ഇതൊന്നും ഈ ടൈപ്പ് മാഗ്നറ്റാണ്. പിന്നെ മിക്ക സാധനത്തുമ്പോലും മാഗ്നറ്റാണ് കേട്ടോ. പിന്നെ ഇത് മാല, ഇത് കിടിലനാണ് കേട്ടോ, ഒരു രക്ഷയില്ല സാധനം. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്നൊക്കെ. ഇത് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും നമുക്ക്. ഇതിൻ്റെ വലിപ്പം നീളവും കാര്യങ്ങളൊക്കെ കൂട്ടാൻ പറ്റും ഈ ഒരു ചരടിൻ്റെ. അപ്പം ഞാൻ ആദ്യം മേടിച്ച് വെച്ചിരുന്നൊരു ബാഗ് ഉണ്ടായിരുന്നു, ആ ബാഗിൽ ഇട്ടിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാമെന്ന് വിചാരിക്കണം. ക്യാമറ ബാഗായിട്ട് യൂസ് ചെയ്യാം. അല്ലാണ്ട് ഇപ്പോൾ മറ്റേ ക്യാമറ ബാഗൊക്കെ മേടിക്കാനാണെങ്കിൽ അത്യാവശ്യം നല്ല എമൗണ്ട് ആവും. അതെന്തായാലും ഇപ്പോൾ ആ ബഡ്ജറ്റിലില്ല. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നാളെ
രാവിലെ തന്നെ ഫൂട്ടേജും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കണം എങ്ങനെ ഉണ്ടെന്ന്. ഇപ്പം കുറച്ചൊക്കെ ഞാൻ എടുത്ത് നോക്കി. ഇപ്പം എന്തായാലും എക്സൈറ്റ്മെൻ്റ് ആയതുകൊണ്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടണ്ടെന്നൊരു പിടുത്തമില്ല. ഒരുവിധം ഞാൻ രണ്ടും ചാർജ് ആക്കി ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു 90 മിനിറ്റോളം നിൽക്കുമെന്നാണ് പറയണത്. ഇതിലിപ്പോൾ ചാർജ് കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഇതായിട്ട് കണക്ട് ചെയ്താണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് ചാർജ് കയറിക്കൊണ്ടിരിക്കും, ചാർജറായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇതിൽ ചാർജ് ചെയ്യണ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോർട്ട് ഇത് ഇവിടെ ആയിട്ടാണ്. ഇത് തുറക്കാൻ പറ്റും. നമ്മുടെ ഗോപ്രോ ഒക്കെ ഉണ്ടായിരുന്നില്ല, അതേപോലെ ഇവിടെ തുറക്കാൻ പറ്റും. എന്നിട്ട് ഇത് ഇവിടെ ചാർജിങ് പോർട്ടും അതേപോലെ തന്നെ മെമ്മറി കാർഡ് ഇടേണ്ടത് ഇവിടെയാണ്. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കണത് 64 GB 64 GB ഇൻറ്റേർണൽ സ്റ്റോറേജിൻ്റെയാണ്. അത് നമുക്ക് എത്ര കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഇതിനകത്ത് എടുക്കാൻ പോകണില്ല, കൂടുതലും ഐഫോണിൽ തന്നെ എടുക്കുക. അപ്പോൾ ഇതിന് എങ്ങനെയാണ് ഫൂട്ടേജും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് ഓൾറെഡി നിങ്ങൾ ഒരുപാട് വീഡിയോസിൽ കണ്ടിരിക്കും. പക്ഷേ മലയാളത്തിൽ വളരെ കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടുള്ളൂ കേട്ടോ, ഈ DJയുടെ ഓസ്മോ നാനോൻ്റെ. പിന്നെ ഞാൻ ഒരുപാട് ഇംഗ്ലീഷ് വീഡിയോ ഒക്കെ കണ്ട് ലാസ്റ്റ് ഏത് വേണം എന്നുള്ളൊരു ഇതിലായിരുന്നു. അതായത് നമ്മുടെ ആക്ഷൻ 4 അല്ലെങ്കിൽ ആക്ഷൻ 5 6 അതൊക്കെ നോക്കണോ അതോ ഇത് നോക്കണോ. ഇതാകുമ്പോൾ നമ്മുടെ ഇതിൻ്റെ തള്ളവിരലിന് ഇത്ര ഉള്ളൂ കേട്ടോ. ഇത് കേസ് ഉണ്ട്, ഓൾറെഡി ഇത് കേസ് ഇട്ടിട്ടുണ്ട് ഞാൻ, അതുകൊണ്ടാണ് ഇത്ര വലിപ്പം തോന്നുന്നത്. പിന്നെ ഇത് നമുക്ക് യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്രൗഡുള്ള ഏരിയാസ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു ഷൈയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഫൂട്ടേജ് ഒക്കെ എടുക്കാനായിട്ട്. പ്രത്യേകിച്ച് എനിക്കുണ്ട്. പിന്നെ അതുമല്ല നമ്മൾ ബൈക്കിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നെഞ്ചിൽ വെച്ചിട്ട് തന്നെ അത് കൊണ്ടുപോകാം, വെച്ചിട്ട് ഫൂട്ടേജ് എടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഈ മാല ഉപയോഗിച്ചിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഈ ക്യാപ്പ് ഉപയോഗിച്ചിട്ട് എടുക്കാൻ പറ്റും. ഇപ്പോൾ കാറൊക്കെ ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയ സാധനം. ഗോപ്രോയും അതുപോലെ തന്നെ ആക്ഷൻ 4 ആക്ഷൻ 5 ഒക്കെ, DJയുടെ തന്നെ ആക്ഷൻ 4 5 ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരിക്കും. പക്ഷെ ഇതിന് ആ പ്രശ്നം വന്നില്ല, അതുകൊണ്ടൊക്കെയാണ് ഇത് സെലക്ട് ചെയ്ത്. ബാക്കി ഫൂട്ടേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ നാളെ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്ന്. ഇപ്പം ഞാൻ പറയണ ഒരു കാര്യം നിങ്ങൾ കാര്യമായിട്ട് എടുക്കണ്ട. ഇതിപ്പോൾ വാങ്ങിയിട്ടുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എടുക്കുന്ന ഒരു വീഡിയോ ആണ് മാത്രം കൂട്ടിയാൽ മതി. അപ്പോൾ നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഫൂട്ടേജ് ഒക്കെ എടുക്കാം. നല്ല മഴയായതുകൊണ്ട് തന്നെ ഫൂട്ടേജുകളൊന്നും കറക്റ്റായിട്ട് എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ എന്തായാലും മഴയൊക്കെ ഒന്ന് മാറുന്നതിന് ശേഷം ഈ ഒരു ക്യാമറയുടെ എല്ലാ തരത്തിലുള്ള ആക്സസറീസും അതേപോലെ തന്നെ ഫൂട്ടേജുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വിശദമായിട്ടുള്ളൊരു വീഡിയോ ഉടൻ തന്നെ നമ്മൾ ചാനലിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.